എത്രയാ? 200. ദാ. ശരി. ഈ വഴിക്കൊന്നും ഇപ്പൊ കാണാത്ത ആൾക്കാരാണല്ലോ വന്നിരിക്കുന്നത്. എന്തു പറ്റി? വീട്ടിലെ ഓരോ തിരക്കുകളും പ്രശ്നങ്ങളും ഒക്കെ കാരണം വരാതിരുന്നതല്ലേ. ഇന്നിപ്പോ സമയം കിട്ടി, അതാ വന്നത്. അല്ല, രവി ഇല്ലേ ഇവിടെ? ഇല്ല, സാറ് പുറത്തു പോയിരിക്കുക. ഭാര്യ ഇങ്ങനെ വയ്യാതെ കിടക്കുമ്പോഴേ രവി ഇതെവിടെ പോകുന്നത്? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കുഞ്ഞമ്മയെ അയച്ചിട്ട് ഹർഷയുടെ അടുത്ത് ഇരിക്കല്ലേ വേണ്ടത്. അല്ല, ഹർഷ എവിടെ? മുറിയിലുണ്ട്. ശരി, ഞാനൊന്ന് കാണട്ടെ. ഓ, സുശീൽ എന്താ പതിവില്ലാതെ വന്നത്? അവൾക്ക് എന്തോ ദുരുദ്ദേശമുണ്ട്, അതുറപ്പാ. എന്തായാലും രവി സാറിനെ വിളിച്ച് സുശീല വന്ന കാര്യമൊന്ന് പറഞ്ഞേക്കാം. മോളെ ഹർഷേ, ഹർഷേ, നീ എന്നോട് ക്ഷമിക്കണം. നിനക്ക് എന്നോട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. നിനക്ക് വയ്യാതെ വന്ന ശേഷം ഞാൻ നിന്നെ കാണാനോ ഒരു വാക്ക് സംസാരിക്കാനോ പോലും വന്നിട്ടില്ല. അതൊന്നും മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളല്ല. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അങ്ങനെ പെരുമാറിയത് നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു. പക്ഷേ ഞാൻ ചിന്തിച്ചതുപോലെ ഒന്നും ആയിരുന്നില്ല കാര്യങ്ങൾ നടന്നത്. എല്ലാം ഇപ്പോ എനിക്കെതിരാകുന്ന അവസ്ഥയാണ് ഹർഷേ. ഹർഷയുടെ മനസ്സ് വേദനിപ്പിച്ചത് കൊണ്ട് ദൈവം എനിക്ക് തരുന്ന ശിക്ഷയായിരിക്കും ഇതൊക്കെ എന്നാ തോന്നുന്നത്. നമ്മളൊക്കെ മനുഷ്യരല്ലേ ഹർഷേ? ഓരോ സമയത്തെ പൊട്ടബുദ്ധിക്കോ ഓരോന്നൊക്കെ ചെയ്തു കൂട്ടും. എന്നിട്ട് പിന്നെ അതൊക്കെ ഓർത്ത് വിഷമിക്കും. സത്യം പറഞ്ഞ ഹർഷയ്ക്കൊരു നല്ല ജീവിതം ഉണ്ടാവണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. ഒരു കുഞ്ഞിനെ കിട്ടിയ സ്ഥിതിക്ക് ഇനി കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോകുന്നു, ഹർഷയുടെ അസുഖം വേഗം ഭേദമാകുമെന്ന് ഞാൻ കരുതി. പക്ഷേ ഇങ്ങനെ അധിക ദിവസം വയ്യാതെ കിടന്നു പോകുമെന്ന് ഞാൻ ഓർത്തില്ല. സുശീലേ, നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞ് ഹർഷയുടെ മനസ്സ് വേദനിപ്പിക്കില്ലേ? ഈ അവസ്ഥയിൽ വിഷമമുണ്ടാക്കുന്ന ഒന്ന് സംസാരിക്കരുതെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ. അല്ല, അതിന് ഞാനങ്ങനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. കാര്യങ്ങൾ സംസാരിച്ചതല്ലേ. ഹർഷയ്ക്ക് എന്നോടങ്ങനെ ദേഷ്യമൊന്നുമില്ല. അങ്ങനെ പെരുമാറാൻ ഹർഷയ്ക്ക് ഒരിക്കലും സാധിക്കില്ല, അതെനിക്കറിയാം. അതിന് എങ്ങനെ പെരുമാറണമെന്ന് തോന്നിയാലും അതൊന്നും പ്രകടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയാ ഹർഷയ്ക്ക് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു വേണം സംസാരിക്കാൻ. ശരി.
ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ ഹർഷയ്ക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഹർഷേ. ആ പിന്നെ ഞാൻ ഹർഷയ്ക്കും കുഞ്ഞിനും ഒരു ഓണക്കോടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിവിടെ വെക്കുക. എന്നാ ഞാൻ ഇറങ്ങട്ടെ, ഞാൻ പിന്നെ വരാം. ഹർഷയുടെ അസുഖമെല്ലാം വേഗം ഭേദമാകും, എനിക്ക് ഉറപ്പാ. എന്തായാലും ഞാൻ വന്നല്ലോ. ഹർഷയെ പഴയതിലും ആരോഗ്യത്തോടെ മിടുക്കിയായിട്ട് ഞാൻ മാറ്റും, നോക്കിക്കോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. പോട്ടെ കുഞ്ഞുമേ. അല്ല, ഞാൻ വന്നിട്ട് രവിയെ കണ്ടില്ലല്ലോ എന്ന് കുഞ്ഞമ്മയോട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആന്റി ഹർഷ മറന്നു തുടങ്ങി. അവൾ അസുഖത്തിൽ നിന്ന് നേരിയ തോതിൽ റിക്കവർ ആകുന്നുണ്ട്. ഇതിനിടയിൽ വീണ്ടും വന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവളെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ അങ്ങ് മറക്കുകയും അകലുകയും ചെയ്യേണ്ട ആൾക്കാരാണോ രവി ഞാനും ഹർഷയും? ചില കാരണങ്ങൾ കൊണ്ട് ഞാൻ കുറച്ചു ദിവസം വരാതിരുന്നു എന്ന് കരുതി അതോടെ ബന്ധങ്ങളെല്ലാം അവസാനിക്കൂ? അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലെന്ന് ഈശ്വരന് പോലും ആഗ്രഹമുണ്ട്. അതാ ഞാൻ ഹർഷയെ സ്വപ്നം കണ്ടത്. സ്വപ്നം കണ്ടെന്നോ? ആ അതെ, ഞാൻ ഹർഷയെ സ്വപ്നം കണ്ടു. എല്ലാ അസുഖങ്ങളും മാറി സന്തോഷത്തോടെ ഹർഷ കുഞ്ഞിന്റെ ഒപ്പം ഓടിച്ചാടി നടക്കുന്നത് ഞാൻ കണ്ടു. അല്ല, ഒപ്പം രവിയും ഉണ്ട്. നിങ്ങൾ സന്തോഷമായി ഒരു സന്തുഷ്ട കുടുംബമായിട്ട് ജീവിക്കുന്നു.